മിനി സ്ക്രീൻ ആരാധകർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട താരമാണ് നടി റബേക്ക സന്തോഷ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സീരിയൽ നടി റബേക്ക സന്തോഷിന് സീരിയൽ ഷൂട്ടിങ്ങിനിടയിൽ വെച്ച് നടത്തിയ വർക്കൗട്ട് ചലഞ്ചിനിടെ കാലിന് പരിക്കേറ്റത്. നടി കാലിന് പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ വിശ്രമത്തിലുമായിരുന്നു. ഇപ്പോഴിതാ റബേക്കയെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. റബേക്ക തന്നെയാണ് അതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പങ്കുവച്ചതും. കാര്യങ്ങൾ പറഞ്ഞതെല്ലാം സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് TV-യിൽ ബിഗ് ബോസ് കാണുകയും അതിനിടെ താൻ അഭിനയിച്ച പരസ്യം വന്ന് സമയത്ത് സന്തോഷം പങ്കുവയ്ക്കുമായിരുന്നു നടി. അതിന് പിന്നാലെയാണ് സർജറിയുടെ കാര്യവും റബേക്ക സൂചിപ്പിച്ചത്. ശരീരഭാരം 5.5 കിലോ കൂടിയത് കുറയ്ക്കുവാൻ 60 ദിവസത്തെ വർക്കൗട്ട് ചലഞ്ച് എടുക്കുകയായിരുന്നു റബേക്ക. അങ്ങനെ ചലഞ്ച് തുടങ്ങി 3-ാം നാളാണ് റബേക്കയ്ക്ക് ഇങ്ങനൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ചെമ്പനീർപ്പൂ എന്ന സീരിയലിൽ ഷൂട്ടിനിടയിൽ വെച്ചായിരുന്നു ഇത് നടന്നത്. സാധാരണ ഷൂട്ടുള്ള ദിവസങ്ങളിൽ ആരും വർക്കൗട്ടൊന്നും ചെയ്യാറില്ല. എന്നാൽ ഷൂട്ടിങ്ങിനിടെ ഒഴിവുവേളകളിലും സാരി ഉടുത്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോകൾ റബേക്ക തന്നെ നേരത്തെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വർക്കൗട്ടിനിടയിലാണ് നടിയുടെ കണ്ണങ്കാലിന് ഫ്രാക്ചർ സംഭവിച്ചത്. തുടർന്ന് കുറച്ച് ദിവസമായി തൃശ്ശൂരിലെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. നടി വാക്കറിന്റെ സഹായത്തോടെ മാത്രമായിരുന്നു നടക്കാൻ കഴിഞ്ഞിരുന്നത്. അമ്മയായിരുന്നു റബേക്കയ്ക്ക് എല്ലാം ചെയ്തു കൊടുത്തത്, സഹായത്തിനൊപ്പം ഉണ്ടായിരുന്നത്. അതിനിടെയും കൈകൾ കൊണ്ടുള്ള എക്സസൈസുകൾ പരിശീലകന്റെ സഹായത്തോടെ റബേക്ക ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്നതിൻ്റെ വീഡിയോ റബേക്ക ഇന്നലെ കൂടി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി വരെ ഫ്ലാറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫ്രാക്ചർ ഡേയ്സ് കാഴ്ചകളായി റബേക്ക കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെ ബഹളമായിരുന്നു. അങ്ങനെ പവനായി ശവമായി. അപ്പോഴൊക്കെ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് റബേക്ക ഈ ഒരു അപകടം സംഭവിച്ചതിൻ്റെ വീഡിയോ ആദ്യം ആരാധകരുമായി പങ്കുവച്ചത്. കുട്ടിക്കാലം മുതൽ മിനി സ്ക്രീനിന്റെ ഭാഗമായ നടിയാണ് റബേക്ക. കുഞ്ഞിക്കൂനിലൂടെയാണ് ബാലതാരമായ മിനി സ്ക്രീനിലെത്തിയത്. പിന്നീട് മീഡിയ 2-ലെ സ്നേഹക്കൂടെ തുടങ്ങിയ ടെലിവിഷൻ പരിപാടികളിലും ഭാഗമായി. 2017-ൽ നിർമ്മാതാലം എന്ന സീരിയലിലും റബേക്ക അഭിനയിച്ചു. ഇതിനുശേഷമാണ് ഏഷ്യാനെറ്റിൽ തന്നെ ഉണ്ടായിരുന്ന കസ്തൂരിമാനിലെ നായികാവേഷം റബേക്കയെ തേടിയെത്തിയത്. സീരിയലിലെ നായികയായി കാവ്യയായി എത്തിയ റബേക്കയുടെ പ്രകടനം പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അതുപോലെ കസ്തൂരിമാനിൽ ബോൾഡായ ഒരു കഥാപാത്രമായിരുന്നു കാവ്യയുടേത്. താരത്തിന് അന്ന് വെറും 20 വയസ്സ് മാത്രമായിരുന്നു. പിന്നീട് ടേക്ക് ഓഫ്, മിന്നാമിനിങ് തുടങ്ങിയ 5 സിനിമകളിലും താരം അഭിനയിച്ചു. താൻ സർജറിക്കായി വെയിറ്റ് ചെയ്യുകയാണെന്നും എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നും ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്നുമാണ് റബേക്ക തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത്. സിനിമാ സംവിധായകനായ ശ്രീജിത്താണ് റബേക്ക സന്തോഷിൻ്റെ ഭർത്താവ്. 5 വർഷത്തിന് പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. ഇതിന് മറുപടിയായി ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് "ഞങ്ങൾ കൂടെയുണ്ട്, ഒട്ടും എല്ലാം ശരിയാകും, ഞങ്ങൾ പ്രാർത്ഥിക്കാം" എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള നിരവധി കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.